നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്ത് കസേരയെ ചൊല്ലി മുതിർന്ന ഉദ്യോഗസ്ഥർ തമ്മിൽ വൻ തർക്കവും നാടകീയ രംഗങ്ങളും. കോടതി വിധേയമായി ഔദ്യോഗികമായി ചുമതലയേൽക്കാനെത്തിയ മുൻ DHS ഡോക്ടർ റീനയ്ക്ക് കസേര ഒഴിഞ്ഞു നൽകാത്തതിനെ തുടർന്നാണ് ഡോക്ടർ മീനാക്ഷിയും റീനയും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായത്. തർക്കം രൂക്ഷമായതോടുകൂടി പോലീസ് സ്ഥലത്തെത്തി. മുൻപ് DHS സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെട്ട ഡോക്ടർ റീന തനിക്ക് അനുകൂലമായ കോടതി വിധിയുമായാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രി വളപ്പിലുള്ള DHS ആസ്ഥാനത്ത് എത്തിയത്. വിധിപ്രകാരം തനിക്ക് ഔദ്യോഗിക കസേരയിലിരുന്ന് ചുമതല ഏൽക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. എന്നാൽ നിലവിലെ DHS ആയ ഡോക്ടർ മീനാക്ഷി കസേരയിൽ നിന്നും മാറാൻ തയ്യാറായില്ല. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഉത്തരവോ നിർദ്ദേശമോ ലഭിക്കാതെ താൻ കസേര ഒഴിഞ്ഞു തരില്ല എന്ന നിലപാടിലാണ് ഡോക്ടർ മീനാക്ഷി ഉറച്ചു നിന്നത്. രണ്ടുപേരും തമ്മിലുള്ള തർക്കം മൂർച്ഛിച്ചതോടുകൂടി ഓഫീസിനുള്ളിൽ നാടകീയ രംഗങ്ങൾ അരങ്ങേറി. തുടർന്ന് ഡോക്ടർ മീനാക്ഷി പോലീസിന്റെ സഹായം തേടുകയും തനിക്ക് ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് പോലീസ് സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ഇരുവരുമായി ചർച്ച നടത്തുകയാണ്. സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഈ കസേര തർക്കത്തിൽ പരിഹാരം ഉണ്ടാകൂ. 2 ദിവസത്തെ അവധിക്ക് അപേക്ഷിച്ച ഡോക്ടർ റീനയെ DHS സ്ഥാനത്ത് നിന്നും മുന്നറിയിപ്പില്ലാതെ മാറ്റിയ സർക്കാർ നടപടി വൻ വിവാദമായിരുന്നു. റീനയ്ക്ക് അനുകൂലമായി കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെയുള്ള മന്ത്രിയുടെ പ്രതികരണവും ഈ തർക്കത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നതായിരുന്നു. തുരപ്പൻ പണിയെടുക്കുന്ന ആരെയും ഈ കസേരയിൽ ഇരുത്തില്ലെന്നും റീന തുരപ്പൻ പണി നടത്തിയോ എന്ന് മേൽക്കോടതിയിൽ പറഞ്ഞോളാമെന്നുമാണ് ആരോഗ്യമന്ത്രി K. മുരളീധരൻ പ്രതികരിച്ചത്. സർക്കാരിനെ അനുസരിക്കാത്ത ഉദ്യോഗസ്ഥന്മാർ K. മുരളീധരൻ ഇരിക്കുമ്പോൾ ആ കസേരയിൽ ഉണ്ടാകില്ല. സെൻകുമാറിനെ DGP സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ പിണറായി രാജിവെച്ചോ? ഇത് തിരിച്ചടിയല്ല, മേലെ കോടതിയുണ്ട്. ചില കാര്യങ്ങളിൽ ഉടൻ തീരുമാനം എടുക്കണം. ഈ കസേര ഇരിക്കുന്നിടത്തോളം കാലം ഇങ്ങനെയാണ്. ഭരണപരമായ കാര്യങ്ങളിൽ ചില തീരുമാനങ്ങൾ ഉണ്ടാകും. സെഷൻസ് കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ അതിനു മുകളിൽ ഹൈക്കോടതി ഉണ്ടെന്നും മുരളീധരൻ പറഞ്ഞു. അതിനാൽ തന്നെ മന്ത്രിയുടെയും സർക്കാരിന്റെയും ഇപ്പോഴത്തെ DHS ഡോക്ടർ മീനാക്ഷിക്കാണ് എന്ന് ഇതിലൂടെ വ്യക്തമാവുകയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ തർക്കം മൂർച്ഛിച്ചു. തുടർന്ന് റീന ഓഫീസ് വിട്ട് പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്.